എന്താണ് പുതിയ നിയമത്തിലെ ആരാധന? ഈ തലമുറയിൽ ദൈവമക്കളുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും അധികം തെറ്റായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആരാധന എന്നുള്ളത്. നാം ക്രൂശ് എടുത്ത് ദിനംപ്രതി കർത്താവിനെ അനുഗമിക്കുമ്പോൾ ശരിയായ ആരാധനയുടെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചും അല്പമായി നമുക്ക് ചിന്തിക്കാം. എന്താണ് പുതിയ നിയമത്തിലെ ആരാധന, അല്ലെങ്കിൽ അത് എന്തല്ല എന്നുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഞാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഒക്കെ വളർന്നു വന്ന പല പല സഭകളുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ 4ാമത്തെ സഭയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പല പല സഭകളുടെ അനുഭവങ്ങളും അനുഭൂതികളും പല പല കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി പലയിടത്തുനിന്നും കൊള്ളുകയും പലയിടത്തുനിന്നും വിട്ടുകളയുകയും ഒക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ് യഥാർത്ഥ ആത്മീയ ആരാധന? വാട്ട് ഈസ് ന്യൂ ടെസ്റ്റമെന്റ് വർഷിപ്പ്? നമുക്ക് ഒരു വചനം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ഉം 24-ഉം വചനങ്ങളിൽ നിന്ന് വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സസ് 23 ആൻഡ് 24. സത്യ ആരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവം ആത്മാവ് ആകുന്നു. ആ ദൈവത്തെ ആരാധിക്കുന്നവർ എന്ത് ചെയ്യണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളും കൂടെ കയ്യിലുള്ളവർ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ നിന്ന് ആരാധിക്കണം. വർഷിപ്പ് ഇൻ ദ സ്പിരിറ്റ്, ചെറിയ എസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആരാധനകൾ ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ അത് ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന അന്തരാത്മാവിൽ നിന്നും ഉയരുന്നതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബിഗിൻ ഫ്രം അവർ ഹ്യൂമൻ സ്പിരിറ്റ്. അതുപോലെ അങ്ങനെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ തികഞ്ഞ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കണം. വ്യാജവും വളഞ്ഞ വഴികളും കൗശലവും സൂത്രവും ഒക്കെ ഉള്ളവർക്ക് സത്യമായി ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. അവരങ്ങനെ ചെയ്താലും അത് ദൈവത്തിന് സ്വീകാര്യമല്ല. സത്യസന്ധമായ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് വരാം. പഴയ നിയമത്തിൽ നോക്കിയാൽ അവിടുത്തെ ആരാധന, ബൈബിളിൽ അനേക ഭാഗങ്ങളിൽ നാം പഴയ നിയമത്തിലെ ആരാധനയെ പുതിയ നിയമ ആരാധനയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. അത് വലിയൊരു ദോഷമാണ്. പഴയ നിയമത്തിലെ ആരാധന വേറൊരു ലെവലിലാണ്. ചുരുക്കി പറഞ്ഞാൽ ദേഹത്തിൻ്റെയും ദേഹിയുടെയും ഒരു ലെവലിലായിരുന്നു പഴയ നിയമ ആരാധന. മിക്ക പേരെ സംബന്ധിച്ച് അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരും ഒക്കെ ആരാധിക്കുമ്പോൾ, അവർ യാഗമർപ്പിക്കുമ്പോൾ അവിടെ ചില ശബ്ദങ്ങളും ചില പ്രവൃത്തികളും, രക്തം തളിക്കുന്നു, കറ്റയെടുത്ത് വീശുന്നു, അല്ലെങ്കിൽ അവിടെ പ്രത്യേക പാട്ടുകൾ ആലപിക്കുന്നു, ദാവീദ് നൃത്തം ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാം. ഇതൊക്കെ പഴയ നിയമ ആരാധനയുടെ പല പല വശങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമ ആരാധന പുറമേ ഉള്ളതും ദേഹീമയവുമായിരുന്നു. ശരീരത്തിലും ദേഹിയിലും അധിഷ്ഠിതമായിരുന്നു. അവിടെ അന്തരാത്മാവ്, സ്പിരിറ്റ് ആക്റ്റീവ് ആകണമെന്നില്ലായിരുന്നു. അവരുടെ ആരാധനയൊക്കെ ബാഹ്യമായിരുന്നു. നമുക്ക് വായിക്കാം. എബ്രായർ 9-ാം അധ്യായം 9-ഉം 10-ഉം വചനങ്ങൾ നോക്കിയാൽ, ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സസ് 9 and 10. ആരാധകൻ അർപ്പിക്കുന്ന വഴിപാടുകളും യാഗങ്ങളും അവന്റെ മനസാക്ഷിക്ക് പൂർണ്ണ സംതൃപ്തി നൽകുവാൻ പര്യാപ്തമല്ല എന്നതിന് ഈ കാലത്തേക്കുള്ള ഒരു ദൃഷ്ടാന്തമാണിത്. അവ ഭക്ഷണപാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ നവീകരണ കാലം വരെ ബാധകമായിരുന്ന ശാരീരിക നിയമങ്ങളത്രേ. ഇവിടെ നോക്കുക, പഴയ നിയമത്തിലെ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ നവീകരണ കാലത്തോളം സഭയുടെ യുഗം വരെ ദൈവം ചുമത്തിയിരുന്ന ജഡീകമായ ചില നിയമങ്ങളും ആരാധനയുടെ ക്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആരാധന ബാഹ്യമായിരുന്നു. അത് പാട്ടും ഡാൻസും കാര്യങ്ങളും ആക്ഷൻസും പുരോഹിതന്റെ രക്തം തളിക്കലും പിന്നെ അവിടെ വിളക്ക് കത്തിക്കുന്നത്, ഒത്തിരി കാര്യങ്ങളുണ്ട്. കാഴ്ചയപ്പോൾ എടുത്ത് വെക്കുന്നു. ഇതൊക്കെ ആരാധനയുടെ ഭാഗങ്ങളായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നു, ഇതെല്ലാം ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. യാഗങ്ങൾ, വഴിപാടുകൾ, ഭക്ഷ്യങ്ങൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ അർപ്പിക്കുന്നു, പാനീയങ്ങൾ അർപ്പിക്കുന്നു,
വിവിധ സ്നാനങ്ങൾ, ഇതൊക്കെ ആരാധനയുടെ ഭാഗമായി ദൈവം തന്നെ അവർക്ക് കൊടുത്ത നിയമങ്ങളായിരുന്നു. എന്നാൽ പഴയ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലെ ആരാധനയും നിയമങ്ങളും ഒക്കെയും പുതിയ നിയമത്തിൻ്റെ ഒരു ചെറിയ പതിപ്പോ പ്രതീകമോ മാത്രമായിരുന്നു, നിഴലായിരുന്നു. ദേഹിയിലും ശരീരത്തിലുമുള്ള ആരാധന അന്തരാത്മാവിൽ നിന്നുണ്ടാകേണ്ട പുതിയ നിയമ ആരാധനയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നാം ആരാധന എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ എടുത്തു വെച്ച് അതുപോലെ നാം ചെയ്യണമെന്ന് നാം ആരും ചിന്തിക്കരുത്. അത് മൗഢ്യമാണ്. പഴയ നിയമത്തിലെ ആരാധന അത് ഇന്നത്തെ ആരാധനയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് ദ ട്രൂ വർഷിപ്പ് വിച്ച് ക്രിസ്ത്യൻസ് ആർ ടു ഡു ടുഡേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ കാര്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരണമേ. അതിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ കൂടെ വായിക്കാം. വേഴ്സസ് 13 and 14. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവിന്റെ ഭസ്മവും ശാരീരിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികം ശുദ്ധീകരിക്കും. ഇവിടെ നോക്കിയാൽ പഴയ നിയമത്തിൽ ജഡിക ശുദ്ധി എന്നുള്ള ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ മനസാക്ഷിയെ വളരെയധികമായിട്ട് ശുദ്ധീകരിക്കും. പ്രിയ സഹോദരന്മാരെ, പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് ഒരു ശുദ്ധമായ മനസാക്ഷിയിൽ നിന്നായിരിക്കണം. അത് കേവലം മ്യൂസിക് അല്ല, ഇലക്ട്രോണിക് മ്യൂസിക് ഒന്നും അല്ല. 25,000 വാട്ട്സ് വെച്ച് വലിയ പാട്ടും അടി ഉള്ള മ്യൂസിക്കും ഒക്കെ വെച്ച് പാട്ട് പാടിയാൽ അത് ആരാധനയാകത്തില്ല. ഇങ്ങനെയുള്ള നല്ല മ്യൂസിക് എല്ലാം റെക്കോർഡ് ചെയ്ത് 1000 പ്രാവശ്യം പ്ലേ ചെയ്താലും ദൈവത്തിന് സന്തോഷമില്ല. അത് ഒരു മനുഷ്യന്റെ അന്തരാത്മാവിൽ നിന്ന് വരുമ്പോൾ മാത്രമേ ആരാധനയായി ദൈവം സ്വീകരിക്കുകയുള്ളൂ. നാം അത് തിരിച്ചറിയണം. ദൈവത്തിന് നൽകുന്ന ആരാധന സത്യമായിരിക്കുന്ന, സത്യമുള്ള ഒരു മനസാക്ഷിയിൽ നിന്ന്, ഒരു നല്ല ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. ദേഹിയിൽ നിന്നോ ശരീരത്തിൽ നിന്നോ മാത്രം ഉത്ഭവിക്കുന്ന ആരാധന ഈ കാലത്ത് ദൈവത്തിന് സ്വീകാര്യമല്ല. നമ്മുടെ പാട്ടും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ വായിൽ കൂടെയൊക്കെയാണ് വരുന്നത്. നമ്മുടെ ബുദ്ധി അതിന് പ്രയോഗിക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ സോഴ്സ് അത് ഹൃദയത്തിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്നും മേളിൽ പൊങ്ങി വരെയാണ്. അതുമാത്രമാണ് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ആരാധന. മറ്റെന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒരുമിച്ച് പാട്ട് പാടുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യും. ഞാനും ഇതെല്ലാം ചെയ്യാറുണ്ട്. അതൊക്കെ സന്തോഷകരമായ കാര്യങ്ങളാണ്. ദൈവത്തിന് ചേർന്ന് കോർപ്പറേറ്റ് വർഷിപ്പ്, എല്ലാവരും ചേർന്ന് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുക. അത് ദൈവം സ്വീകരിക്കും. എന്നാൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അന്തരാത്മാവിൽ നിന്നും ഉരുത്തിരിയുന്നതായിരിക്കണം. വെറും വാക്കുകളും ശബ്ദകോലാഹലങ്ങളും മാത്രമാകരുത്. അന്തരാത്മാവിൽ നിന്നും വരുന്ന ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത്, നാം ആദ്യം വായിച്ച വചനത്തിലേക്ക് വീണ്ടും വരാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ നാം വായിച്ചല്ലോ. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ അവരുടെ അന്തരാത്മാവിൽ നിന്നും ആരാധിക്കണം. ആ വാക്ക് പരിശുദ്ധാത്മാവ് നാം തെറ്റിച്ച് വായിക്കരുത്. മനുഷ്യന്റെ അന്തരാത്മാവിൽ നിന്നും അത് ഉയർന്നു വരണം. എന്നാൽ അങ്ങനെയുള്ള ആരാധനയ്ക്ക് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അന്തരാത്മാവിൽ നിന്നും ഉയരുന്ന ആരാധനയാണ് ദൈവം അന്വേഷിക്കുന്നത്. പുതിയ നിയമ ആരാധനയെക്കുറിച്ച് ഏതാനും ചില വാക്യങ്ങളിലൂടെ വായിച്ച് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം, റോമൻസ് 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 1 and 2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ കാരുണ്യം മൂലം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ആത്മീയ ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇവിടെ സത്യ ആരാധന എന്താകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. എന്താ പറയുന്നത്? സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് ഇഷ്ടവുമുള്ള യാഗമായി
സമർപ്പിക്കുവീൻ. അതാണല്ലോ നിങ്ങളുടെ ഉചിതമായ സത്യ ആരാധന. അത് ഒരു ശരിയായ ഒരു തർജ്ജമയാണ്. നമ്മെ തന്നെ, നമ്മുടെ ശരീരങ്ങളെ, അവയവങ്ങളെ ദൈവത്തിന് പ്രസാദകരമായ പവിത്രമായ യാഗമായി സമർപ്പിക്കുന്ന ആ സമർപ്പണമാണ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ സത്യ ആരാധന, ഉചിതമായ സത്യ ആരാധന. നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടല്ലാതെയുള്ള ആരാധന വെറും കോലാഹലം മാത്രമാണ്. നമ്മുടെ ആരാധന എങ്ങനെയിരിക്കുന്നു? കേവലം വാക്കും ആക്ഷനും മാത്രമേ ഉള്ളോ? മ്യൂസിക് മാത്രമേ ഉള്ളോ? ഒച്ച മാത്രമേ ഉള്ളോ? അന്തരാത്മാവിൽ നിന്നും ഉള്ള ആരാധനയാണ് ദൈവം അന്വേഷിക്കുന്നത്. നമുക്ക് വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വചനം. ഹീബ്രൂസ് 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അധരഫലമായ സ്തോത്രയാഗം വെറും സ്തോത്രം പറച്ചിലല്ല. ശരിക്കുള്ള സ്തോത്രം അതൊരു യാഗം പോലെ ദൈവം സ്വീകരിക്കും. നമ്മുടെ ദൈവം ആരാണ്, എങ്ങനെയുള്ളവനാണ്, എത്ര വലിയവനാണെന്ന് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോൾ അതാ ശരിക്കുള്ള സ്തോത്രം എന്ന് പറയും. ദാറ്റ് ഈസ് വർഷിപ്പ്. ഹൂ ഗാഡ് ഈസ്, ഹൗ ഗ്രേറ്റ് ഹി ഈസ്. നമ്മുടെ ദൈവം ആരാണ്, എത്ര വലിയവനാണ്, മുൻകാലങ്ങളിൽ എന്തെല്ലാം അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ സാധിക്കും. വി ഗീവ് ഹിം പ്രൈസസ് ആൻഡ് വർഷിപ്പ്. അതുകൊണ്ട് ദൈവത്തിന് തൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമാകുന്ന സ്തോത്രയാഗം നാം ഇടവിടാതെ അർപ്പിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും, പ്രതിസന്ധികളിലും, പ്രയാസങ്ങളിലും, ബുദ്ധിമുട്ടുകളിലും, ആക്സിഡന്റുകളിലും, അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും സ്തോത്രയാഗം അർപ്പിക്കുവാൻ മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറയണം. ഏത് പ്രതിസന്ധിയിലും അയ്യോ എന്ന് പറഞ്ഞ ശാപവാക്കുകൾ നാം ആരും പറയരുത്. അതൊക്കെ നമ്മുടെ ശീലങ്ങളാണ്. അതൊക്കെ മാറ്റിയെടുത്ത് ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും എന്ത് പറയണം? ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് ഇതിലൊക്കെ ഒരു ഉദ്ദേശമുണ്ട്, എനിക്കത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ, എങ്കിലും ദൈവത്തിന് സ്തോത്രം എന്ന് പറയണം. അതാണ് ഈ പറഞ്ഞ സ്തോത്രയാഗം എന്ന് പറയുന്നത്. എല്ലാറ്റിനു വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യാൻ സത്യ ആരാധനക്കാർക്ക് സാധിക്കും. അത് നാം പരിശീലിച്ചിട്ടുണ്ടോ? ഫിലിപ്പിയർ 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:3. എന്തെന്നാൽ നാം ആകുന്നു പരിച്ഛേദനക്കാർ, ദൈവത്തെ ആത്മാവുകൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഇവിടെ ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആരാധിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? വി ആർ ദ ട്രൂ സർക്കംസിഷൻ ഹു വർഷിപ്പ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യാത്മാവിൽ നിന്നുമാണ് ആരാധന ഉയർന്നു വരേണ്ടത്. എന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നാം ദൈവത്തെ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന നാമാണ് സത്യ ആരാധനക്കാർ. പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലിരിക്കട്ടെ. ആത്മീയമായ ആരാധന ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വചനം. റെവലേഷൻ ചാപ്റ്റർ 4:11 വായിക്കാം. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടത്താൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ഇടും. അവിടെയും വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവമേ, അവിടുന്ന് സകലവും സൃഷ്ടിച്ചവനും സകലത്തെയും ഭരിച്ചു നടത്തുന്നവനും എല്ലാ ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും അവിടുന്ന് മാത്രം യോഗ്യനും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ, തങ്ങളുടെ സ്വയത്തെ, തങ്ങളുടെ എല്ലാ ഉയർന്ന കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ ഇട്ടുകൊണ്ട് അവരെ നമസ്കരിക്കും. ഇതാണ് ആരാധനയുടെ ഒരു നല്ല ചിത്രം. നമ്മെ തന്നെ ദൈവമുമ്പിൽ സമർപ്പിച്ച്, ദൈവമേ, സകലത്തിനും അവിടുന്ന് യോഗ്യനായിരിക്കുന്നു, ഞാൻ ഏതുമില്ല എങ്കിലും എന്നെ അവിടുന്ന് തിരഞ്ഞെടുത്ത് മകനാക്കി മകളാക്കി മാറ്റിയല്ലോ, ഞാൻ ഏറ്റവും നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവം നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്.
അതുപോലെ നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ അവസരം കിട്ടുമ്പോൾ എല്ലാവരും ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത്. ശരിയായ ആരാധനയിൽ ഭയങ്കരമായിട്ട് കൈയടിക്കണമെന്നും ചാടണമെന്നും ഒന്നുമില്ല. അത് ഹൃദയത്തിന്റെ ഒരു മനോഭാവമാണ്. ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹാർട്ട്. ആരാധന എന്ന ഒറിജിനൽ വാക്കിന്റെ അർത്ഥം ഒരു നായ, ഒരു പട്ടി അതിന്റെ യജമാന്റെ മുമ്പിൽ രണ്ട് കൈ ഇങ്ങനെ വെച്ച് വളരെ കുമ്പിട്ട് യജമാന്റെ കയ്യിൽ നക്കുന്ന ഒരു 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 നായയുടെ ചിത്രമാണ് ആരാധനയുടെ ചിത്രമായിട്ട്. അതിന്റെ യഥാർത്ഥ അർത്ഥം, വർഷിപ്പ് എന്റെ അർത്ഥം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദൈവമുമ്പാകെ ചെന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ മുമ്പിൽ വീഴുന്ന, അവിടത്തേക്ക് ആരാധന അർപ്പിക്കുന്ന ഒരു ഹൃദയത്തിന്റെ മനോഭാവമാണ് ആരാധന എന്ന് പറയുന്നത്. അതിനകത്ത് പാട്ടും കാര്യങ്ങളും സ്തുതിസ്തോത്രങ്ങളും എല്ലാം വരും. അതൊക്കെ ചന്തമായും ഉചിതമായും ന്യായമായും ചെയ്യുവാൻ സഭയിൽ നാം ഒട്ടൊക്കെ പരിശീലിച്ചിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തി, ദൈവഭയമുള്ള ഒരു മനോഭാവമാണ് ആരാധനയുടെ അന്തസ്സത്ത എന്ന് പറയുന്നത്. ദൈവഭയമില്ലാതെ എന്തെല്ലാം പാട്ടുപാടിയാലും അത് ആരാധനയായി ദൈവം കൈക്കൊള്ളുകയില്ല. നിങ്ങൾ എല്ലാം ചന്തമായും ഉചിതമായും, ആരെങ്കിലും പുതുതായിട്ട് വന്നാലും ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടവർക്ക് ഗ്രഹിക്കാൻ കഴിയണം. ഈ കാര്യങ്ങളിലൊക്കെ പൗലോസ് അവരോട് പറഞ്ഞു കൊടുത്തു. അന്യഭാഷകളെ കുറിച്ച് പറഞ്ഞു. അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ടച്ച് ചെയ്യുന്നില്ല. അന്യഭാഷയുടെ വരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഞാനും അത് ഉപയോഗിക്കുന്ന ആളാണ്. എങ്കിലും ആത്മീയമായി വളർന്നു വരുമ്പോൾ ഈ വരങ്ങളുടെ ആവശ്യങ്ങൾ കുറഞ്ഞു വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തുടക്കത്തിൽ അതിനൊക്കെ ആവശ്യമുണ്ട്. നീന്തൽ പഠിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ, ആദ്യമായിട്ട് വെള്ളത്തിൽ ചാടുന്നയാൾ ഒത്തിരി കൈയും കാലും ഇട്ട് അടിച്ച് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുന്ന പോലെ കാണിക്കും. അങ്ങനെ മുതിർന്ന ഒരാൾ വെള്ളത്തിൽ ചാടി അയാൾ കൈയും കാലും അനക്കാതെ നീന്തി പോകുന്ന കാണുമ്പോൾ ഇയാൾ വിചാരിക്കും ഇവൻ ഇപ്പോൾ താഴാൻ പോവാണ്, ഇവന് കൈയും കാലും അടിക്കുന്നില്ല. എന്നാൽ അയാളെ സംബന്ധിച്ച് കൈയും കാലും അടിക്കാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും മുമ്പോട്ട് പോകാനും ഉള്ള പരിശീലനമുണ്ട്. ഇതുപോലെയാണ് ചിലരെ സംബന്ധിച്ച് വലിയ ബഹളവും ഒക്കെ ഉണ്ടെങ്കിലേ ആത്മീയത ഉണ്ടാകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. നാം ആത്മീയമായി വളർന്ന് പക്വത പ്രാപിച്ചു വരുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കുവാനും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ദൈവികമായ വളർച്ച പ്രാപിക്കുവാനും ആത്മീയമായി ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ സഭ ഡിസോർഡർ ഇല്ലാതെ ക്രമമായും ചന്തമായും ദൈവം നൽകിയ ആത്മീയ വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഭാഷാവരം എന്ന് പറയുന്നത് അന്യഭാഷകളുടെ വരം വ്യക്തിപരമായ ആത്മീയ വർധനയ്ക്കാണ് ദൈവം തന്നിരിക്കുന്നത്. സഭയിൽ അതിന് കാര്യമായ പ്രസക്തിയില്ല. എന്നാൽ അന്യഭാഷയിൽ ഒരാൾ ഒരു വചനം പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അതിനൊരു വ്യാഖ്യാനവും ഉണ്ടായിരിക്കണം. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരാൾ അവിടെ ഇല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അന്യഭാഷക്കാരൻ മൗനമായിരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിച്ചുകൊള്ളട്ടെ. അതൊക്കെയാണ് അതിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ ഇതിനോട് ആരാധനയുമായിട്ട് ചേർന്ന് വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ആരാധന ന്യായമായ അളവിൽ അത് ക്രമീകൃതമായിരിക്കണം, അടുക്കും ചിട്ടയും ഉള്ളതായിരിക്കണം, ഡിസോർഡർലി ആകരുത്, അത് ശാന്തമായിരിക്കണം. അത് ദൈവമുമ്പാകെയാണ് ഈ ആരാധനയൊക്കെ. നമ്മുടെ വൈകാരികമായ ഒരു സന്തോഷത്തിന് വേണ്ടി അല്ല. പല സഭകളിലും ഭയങ്കര മ്യൂസിക് സിസ്റ്റം എല്ലാം വെച്ച് അത് ഐസ്ക്രീം തിന്നുന്ന പോലെ ഉള്ളൂ എന്ന് ഞാൻ പറയും. അത് ദൈവത്തിന് മഹത്വത്തെക്കാളും ആളുകൾക്ക് ആസ്വദിക്കാനാണ്. അവിടെയുള്ള ആളുകൾ, അങ്ങനെയുള്ളവർ ഒരു നോട്ട് തെറ്റിയാൽ അവരാകെ അസ്വസ്ഥരാകും, ഭയങ്കര അസ്വസ്ഥതയാകും. ഒരു നോട്ട് തെറ്റി. ദൈവത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നോട്ട് തെറ്റിയാലും തെറ്റിച്ച് കൈയടിച്ചാലും ഒക്കെ നമുക്ക് സഹിക്കാൻ കഴിയും. നാം ദൈവത്തിനാണ് ആരാധന കഴിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നാം ചിന്തിച്ച കാര്യങ്ങൾ, പുതിയ നിയമ ആരാധന അത് ശരീരത്തിലും ദേഹിയിലും അല്ല അത് ആരംഭിക്കുന്നത്. ഈ ഘടകങ്ങളും അതിന് വേണം. എങ്കിലും അത് അന്തരാത്മാവിൽ, മനുഷ്യൻ്റെ അന്തരാത്മാവിൽ ആരംഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അതിൽ പാട്ടുണ്ട്, ധ്യാനമുണ്ട്, പിന്നെ സ്തോത്രകാഴ്ച കൊടുക്കുന്നതുണ്ട്, കർത്തൃമേശയുണ്ട്. ഇതൊക്കെ ആരാധനയുടെ ഭാഗമായിട്ട് ചിന്തിക്കാൻ സാധിക്കും. നിങ്ങൾ 100 രൂപ
പെട്ടിയിലിടുമ്പോൾ, സ്തോത്രകാഴ്ച ഇടുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ദൈവമേ, ഈ 100 രൂപയുടെ കൂടെ അല്ലെ 500 രൂപയുടെ കൂടെ ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വി ഡെഡിക്കേറ്റ്, ഗിവ് അവർസെൽസ് ടു ദ ലോർഡ്. അതുകൊണ്ട് അതും ആരാധനയുടെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് സത്യ ആരാധനക്കാരായി ദൈവമുമ്പാകെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.